എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. ഇന്നലെയാണ് ഡയറക്ടറായിട്ടുള്ള വിഘ്നേഷ് ശിവൻ തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ ഒരു ചിത്രം ഷെയർ ചെയ്തുകൊണ്ട് അവരുടെ ആരാധകരെ അല്ലെങ്കിൽ ഈ ഒരു ലോകമെമ്പാടുമുള്ള ജനങ്ങളെ അവരുടെ സന്തോഷം അത് പങ്കുവച്ചത്. അതായത് ഞാനും നയനും ഒരു അച്ഛനും അമ്മയായിരിക്കുന്നു, അതും ഇരട്ട കുട്ടികൾ. ആ കുട്ടികളുടെ കാലിൻ്റെ ചിത്രമൊക്കെ ഉണ്ടല്ലോ, രണ്ടുപേര് രണ്ട് വസ്തുന്നായിട്ട് ആ കുഞ്ഞിക്കാലിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ ക്യൂട്ടായിട്ടുള്ള, കാണുമ്പോൾ തന്നെ ഏതൊരു വ്യക്തിക്കും വളരെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു ചിത്രമാണല്ലേ അത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശരി, ഞാൻ ഒരുപാട് നേരം നോക്കിയിരുന്നു, അയ്യോടാ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അവർ കൊഞ്ചിക്കാൻ തോന്നുന്ന ഒരു ലാളന തോന്നുന്നൊരു ചിത്രം തന്നെയാണല്ലേ. പക്ഷേ ചില മനുഷ്യരൊന്നും അതിനെടുത്തത് അങ്ങനെയല്ലായിരുന്നു. വളരെ മോശമായിട്ടുള്ള കമൻറ്റുകളായിരുന്നു ആ ഫോട്ടോയുടെ അടിയിൽ ഒരുപാട് മണിക്കൂറുകളോളം നിറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ കമൻറ്റുകളെ പറ്റിയിട്ട് എന്താണ് കമൻ്റ് എന്നോ അതിനെ പറ്റിയിട്ടൊന്നും ഞാൻ ചർച്ച ചെയ്യുന്നില്ല. പക്ഷെ ഒന്ന് പറയാം, വളരെ മോശമായിട്ടുള്ള, വളരെ തരം താഴ്ന്ന കമൻറ്റുകളായിരുന്നു. ഇന്ത്യയിൽ എല്ലാ സ്റ്റേറ്റുകളിൽ നിന്നുള്ള ജനങ്ങളൊക്കെ ഉണ്ടായിരിക്കാം, ഞാൻ പ്രത്യേക സ്റ്റേറ്റുകളിൽ നിന്നാണെന്ന് ഒന്നും പറയുന്നില്ല. പക്ഷേ എന്തായാലും മനുഷ്യർ തന്നെയല്ലേ കമൻറ്റ് ഇട്ടത്. നയൻതാരയെ വിളിക്കുന്നത് ലേഡി സൂപ്പർ സ്റ്റാർ എന്നാണ് അല്ലേ. തീർച്ചയായിട്ടും 100% ആ ഒരു വ്യക്തി അർഹിക്കുന്ന ഒരു ടൈറ്റിൽ തന്നെയാണ്. ഇപ്പം നമ്മൾ ബോളിവുഡ്, ഹിന്ദി ആക്ട്രസിൻ്റെ, നടിമാരുടെയൊക്കെ കാര്യം നോക്കുവാണെങ്കിൽ ഒരുപാട് പേരെ സിനിമയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഓരോ ഗോഡ് ഫാദേഴ്സാണ്. അല്ലെങ്കിൽ നെപ്പോട്ടിസത്തിലൂടെ അവരുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലുമൊക്കെ വലിയ അവരുടെ ഫാമിലിക്കൊക്കെ വലിയ പിടിപാടുണ്ടാവും. ആ പിടിപാടിലൂടെ ആയിരിക്കും അവർ സിനിമയിലേക്ക് ഉള്ളത്. പക്ഷേ നയൻതാരയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരിക്കലും അങ്ങനെയല്ല. നമ്മുടെ കേരളത്തിലെ തിരുവല്ല എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ച് ആദ്യം ചെറിയ ചെറിയ TV ചാനൽസിൽ അവതാരികയായിട്ട് വന്ന് പിന്നീട് അവിടുന്ന് കഴിവ് കൊണ്ട് മാത്രം പൊരുതിയാണ് ഈ ഒരു ലെവലിലേക്ക് എത്തിയത്. ഗോഡ് ഫാദറും ഇല്ല, നെപ്പോട്ടിസവും ഇല്ല, ഒന്നുമില്ല. പ്യുവർ സ്കില്ല് കൊണ്ട് മാത്രമാണ് ആ ഒരു ടൈറ്റിൽ അവർ നേടിയെടുത്തത്. അവർ സ്വയമായിട്ട് വിളിച്ചതല്ല, മറിച്ച് ജനങ്ങൾ അംഗീകരിച്ചു കൊടുത്തൊരു ടൈറ്റിലാണ് ലേഡി സൂപ്പർ സ്റ്റാർ എന്നുള്ളതല്ലേ. തീർച്ചയായിട്ടും അത്രത്തോളം ഇൻസ്പയറിംഗ് ആയിട്ടുള്ള, ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള വ്യക്തി തന്നെയാണ് നയൻതാര എന്നുള്ളത്. ഒരുപാട് വർഷത്തെ സ്ട്രഗിളിലൂടെയാണ് ഇവിടം വരെ എത്തിയത്. അവരൊക്കെയാണ് ഒരു ഇതുമില്ലാത്തവർ ഒറ്റ കമൻറ്റ് കൂടെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കി കളയുന്നത്. അതും അവരുടെ ഏറ്റവും സന്തോഷമുള്ള മൂവ്മെൻ്റ് ആയിരിക്കുമല്ലോ ജീവിതത്തിൽ. ശരിയാണ്, ഒരു വ്യക്തികളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷമുള്ള ഒരു മൂവ്മെൻ്റ് എന്ന് പറയുന്നത് അവരൊരു അച്ഛനും അമ്മയും ആകുക എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും ആ ഒരു സന്തോഷം ജനങ്ങളുമായിട്ട് ഷെയർ ചെയ്തപ്പോഴേക്കും ആ കമൻറ്റ് ബോക്സ് കണ്ട അവർക്ക് എന്തായിരിക്കും തോന്നിയിട്ടുണ്ടാകുക. ഞാൻ ആദ്യം പറഞ്ഞ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ എടുത്തു കേട്ടൊരു വാക്കാണ് സർഗസി അഥവാ സർഗേറ്റ് മദർ എന്നൊക്കെ ഉള്ളതല്ലേ. നമ്മൾ മലയാളത്തിൽ അതിനെ വാടകഗർഭം എന്ന് പറയും. എല്ലാവരും കേട്ടിട്ടുള്ള ഒന്നാണ്. മലയാളത്തിൽ അതുമായി ബന്ധപ്പെട്ട ഒരു സിനിമ തന്നെയുണ്ട് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. നമ്മുടെ ജയറാമേട്ടൻ്റെ ഒരു സിനിമയായിരുന്നു. എന്തായാലും എന്താണ് ഈ ഒരു സർഗസി അഥവാ വാടക ഗർഭധാരണം? അതുപോലെ തന്നെ പലർക്കും ഉള്ളൊരു സംശയമാണ്. ഇതൊക്കെ നമുക്ക് +2 നോളജ് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. അല്ലാതെ MBBS പഠിക്കുക അങ്ങനെയൊന്നും വേണ്ട. ജസ്റ്റ് നമുക്ക് 10ാം ക്ലാസ് നോളജ് മാത്രം മതി. +2 അല്ല, 10ാം ക്ലാസ് നോളജ് കൊണ്ട് മാത്രം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതായത് പലർക്കും ഉള്ള ഒരു ധാരണയാണ്, ഈ ഒരു കുട്ടി മറ്റൊരു അമ്മയുടെ ഉദരത്തിലാണല്ലോ വളരുന്നത്, അതുകൊണ്ട് ആ ഒരു അമ്മയുടെ സ്വഭാവം ആ കുട്ടിക്ക് വരുമോ, ആ ഒരു അമ്മയുടെ രൂപസാദൃശ്യങ്ങൾ ആ കുട്ടിക്ക് വരുമോ, ആ അമ്മയുടെ സൗണ്ട് അല്ലെങ്കിൽ മറ്റ് ജനറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു കുട്ടിക്ക് പകർന്ന് കിട്ടുമോ, ആ ഒരു അമ്മയ്ക്കുള്ള ജനിതകപരമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഈ ഒരു കുട്ടിയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുമോ, അങ്ങനെയൊക്കെ ഒരുപാട് സംശയങ്ങളുണ്ടല്ലേ. മാത്രമല്ല പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് കഴിഞ്ഞാൽ, ഇന്ത്യയിലും അമേരിക്കയിലും അല്ലെങ്കിൽ പല രാജ്യങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല പല നിയമങ്ങളാണ് നിലനിൽക്കുന്നത്. അമേരിക്കയിൽ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കേസ് ഉണ്ടായിരുന്നു. 1986 ബേബി എക്സ് എന്നറിയപ്പെടുന്ന ഒരു കേസായിരുന്നു. അമേരിക്കയിൽ ഈ ഒരു സർഗസിയായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യുന്ന ആദ്യത്തെ കേസായിരുന്നു ബേബി എക്സ് എന്നുള്ളത്. അതിൽ സർഗേറ്റ് മദർ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സാഹചര്യം വരെയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ പറ്റിയിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് പറയേണ്ടതുണ്ട്. എന്താണ് സർഗസി, എന്താണ് സർഗേറ്റ് മദർ, എന്താണ് ഈ ഒരു വാടകഗർഭം? ആ ഒരു വാക്കിൽ തന്നെ അതിൻ്റെ അർത്ഥമുണ്ടല്ലോ. അതായത് ഒരു ഇന്റർനെറ്റ് കപ്പിൾസിന് നമ്മൾ വീഡിയോ ത്രൂ ഔട്ട് ഈ ഒരു കുഞ്ഞ് വേണമെന്ന് ആഗ്രഹിക്കുന്ന കപ്പിൾസ് ഉണ്ടല്ലോ, അവരെ വിളിക്കാൻ പോകുന്നത് ഇന്റർനെറ്റ് കപ്പിൾസ് എന്ന് അല്ലെങ്കിൽ ഇന്റർനെറ്റ് കപ്പിൾസ് എന്നായിരിക്കും വിളിക്കാൻ പോകുന്നത്. ഈ ഒരു അമ്മയെ, ഗർഭപാത്രം വാടകയ്ക്ക് നൽകുന്ന ആ ഒരു അമ്മയെ നമ്മൾ വിളിക്കാൻ പോകുന്നത് സർഗേറ്റ് മദർ എന്ന്. അപ്പോൾ അതൊന്നും മനസ്സിൽ വച്ചേക്കുക. അപ്പോൾ ഈ ഒരു കപ്പിൾസിന് പല അവസ്ഥകൾ കൊണ്ടും ഇപ്പോൾ ഒരു കുഞ്ഞ് വയറ്റിൽ ഉദരത്തിൽ പേറാൻ പറ്റാതെ വരും. അതിൽ പല അവസ്ഥ ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ, ഒന്നാമത്തത് യൂട്രസുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ്, മെഡിക്കൽ കോംപ്ലിക്കേഷനാണ്. ചിലപ്പോൾ കുഞ്ഞിനെ ഉദരത്തിൽ പേറി കഴിഞ്ഞാൽ ആ ഒരു അമ്മയുടെ കുഞ്ഞിൻ്റെ ജീവന് ഭീഷണിയായി മാറിയേക്കാം, റിസ്കിയർ ആയേക്കാം ഒരു പ്രഗ്നൻസി എന്നുള്ളത്. അല്ലെങ്കിൽ ചിലവരിൽ യൂട്രസ് മിസ്സിംഗ് ആവാറുണ്ട്, ചിലവരിൽ യൂട്രസിന് പ്രശ്നങ്ങൾ വരാറുണ്ട്, ചിലവരിൽ യൂട്രസ് നീക്കം ചെയ്യേണ്ട അവസ്ഥ വരാറുണ്ട്. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സിവിയർ ഹേർട്ട് ഡിസീസ് ഒക്കെ ഉള്ളവർക്കും ഇത് പോസിബിളായിട്ട് റിസ്കിയറാണ് അവരുടെ ആ ഒരു പ്രഗ്നൻസി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവർ സർഗേറ്റ് മദറിന് വേണ്ടി അല്ലെങ്കിൽ ഈ സർഗസിക്ക് വേണ്ടി ഓപ്റ്റ് ചെയ്യാറുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇതാണ് നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ മറ്റേ മെഡിക്കൽ കോംപ്ലിക്കേഷൻ, അത് മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ട ഒന്നാണല്ലേ. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് കഴിഞ്ഞാൽ, ഒരു കപ്പിൾസിന് ഈ ഒരു മെഡിക്കലായിട്ടുള്ള ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ കൂടിയിട്ട് പ്യുവർലി ഓൺ ചോയ്സ് സർഗസി ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ പലപ്പോഴും നമ്മൾ കാണുന്ന ഒന്നാണ്, അതായത് ആരെങ്കിലുമൊക്കെ സർഗസിയിലൂടെ കുട്ടിയെ സ്വീകരിച്ചു എന്ന് വയ്ക്കുക, ഉടനെ തന്നെ ആ ഒരു നാട്ടുകാർക്ക് അവരോട് ചോദിക്കുന്നത്, എന്തായിരുന്നു പ്രശ്നം, എന്തായിരുന്നു മെഡിക്കൽ ഡിഫക്റ്റ്, ഉടനെ തുടങ്ങും ചികിത്സ ശരിയാക്കാൻ പാടില്ലായിരുന്നോ, അവിടെ മറ്റൊരു പച്ചമരുന്ന് വൈദ്യനുണ്ട്, അങ്ങോട്ട് പോയിക്കൂടായിരുന്നോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലേ. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
അവർക്ക് ഒരു പ്രശ്നമില്ലെങ്കിൽ കൂടിയിട്ട് അവർക്ക് സർഗസി ചിലവർ ചൂസ് ചെയ്യാറുണ്ട്, എന്തോരം പേര് അങ്ങനെ ചൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരിക്കലും മെഡിക്കൽ പ്രശ്നങ്ങളുള്ളവർ മാത്രമല്ല ഈ ഒരു വാടക ഗർഭധാരണം സ്വീകരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് പ്യുവർലി ഓൺ അവരുടെ ചോയ്സ്, ആ ഒരു കപ്പിളിന്റെ ചോയ്സ് പ്രകാരം മറ്റൊരു സ്ത്രീയെ തങ്ങളുടെ കുഞ്ഞിനെ അവരുടെ ഉദരത്തിൽ പേറാനായിട്ട് ഈ ഒരു കപ്പിൾസിനെ ചൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഓർക്കുക, സർഗസി ചൂസ് ചെയ്യുന്നവർ എല്ലാം മെഡിക്കലി പ്രശ്നങ്ങളുള്ളവരല്ല. അങ്ങനെ വിലയിരുത്താതിരിക്കുക, അത് അവരുടെ കാര്യമാണ്, നമ്മളതിനെ ഇടപെടേണ്ട കാര്യമില്ല. ഇറ്റ്സ് ദെയർ ലൈഫ് അല്ലേ, അത് അവരുടെ പൂർണ്ണമായിട്ടുള്ള അവരുടെ ചോയ്സാണ്. മെഡിക്കൽ കാര്യമാണെങ്കിലും അത് അവരുടെ പ്രൈവറ്റ് മാറ്ററാണ്, അതൊന്നും നമുക്ക് അറിയേണ്ട ഒരു കാര്യവുമില്ല. സർഗസി എത്ര ടൈപ്പാണ് വരുന്നത് നോക്കുകയാണെങ്കിൽ 2 ടൈപ്പ് ഓഫ് സർഗസിയാണ് നിലവിലുള്ളത്. ഒന്ന് ട്രഡീഷണൽ സർഗസിയും, രണ്ടാമത്തത് ജസ്റ്റേഷണൽ സർഗസിയും. ട്രഡീഷണൽ സർഗസി നമ്മൾ മനസ്സിലാക്കേണ്ടത് പല രാജ്യങ്ങളിലും ഇതിപ്പോൾ നിർത്തലാക്കിയിട്ടുണ്ട്. ഞാനിവിടെ കേരളത്തിലൊരു ഡോക്ടർ, മലയാളി ഡോക്ടർ പറയുന്നത് കേട്ടത് ട്രഡീഷണൽ സർഗസി ഇപ്പോൾ ഇന്ത്യയിൽ നടപ്പിലാക്കാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് എന്താണ് ട്രഡീഷണൽ സർഗസി എന്ന് മനസ്സിലായാലേ നമുക്ക് ആ ഒരു പോയിന്റ് വിവരിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത്, ഇപ്പോൾ ഒരു ഇന്റർനെറ്റ് കപ്പിൾസ് ഉണ്ട് അല്ലെ, ഒരു മാതാപിതാക്കളാകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീയും പുരുഷനുമുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ ഈ ഒരു പ്രൊസീജിയർ എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ, ആ ഒരു പിതാവാകാൻ ആഗ്രഹിക്കുന്ന ആ ഒരു പുരുഷനിൽ നിന്നും സ്പേം എടുക്കും, മാതാവാകാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സ്ത്രീയിൽ നിന്നും എഗ്ഗും എടുക്കും. ഇത് ഫ്യൂസ് ചെയ്തിട്ട് ആ ഒരു എംബ്രിയോ കൊണ്ടുപോയിട്ടാണ് ഈ ഒരു വാടക ഗർഭം നൽകുന്ന ആ ഒരു സ്ത്രീയുടെ യൂട്രസിന്റെ അകത്തുകൊണ്ട് പ്ലേസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അവിടെ ആ ഒരു കുഞ്ഞു വളരും. ആ ഒരു കുട്ടിയുടെ ബയോളജിക്കൽ ഫാദർ ആൻഡ് മദർ എന്ന് പറയുന്നത് ഈ ഒരു ഇന്റർനെറ്റ് കപ്പിൾസ് ആണ്. അവരുടെ ജനറ്റിക് മെറ്റീരിയലാണ് ഈ ഒരു കുട്ടിയിലുള്ളത്. അല്ലാതെ ഈ ഒരു വാടക ഗർഭം നൽകുന്ന സ്ത്രീയായിട്ട് യാതൊരുവിധ ബന്ധവും ആ കുട്ടിക്ക് വരുന്നില്ല. ആ ഒരു സ്ത്രീയുടെ സ്വഭാവ സവിശേഷതകളോ അല്ലെങ്കിൽ ആ ഒരു സ്ത്രീയുടെ DNA ജനറ്റിക് മെറ്റീരിയൽ കുട്ടിയിലേക്ക് ഒന്നും വരുന്നില്ല അല്ലേ. പക്ഷേ ട്രഡീഷണൽ സർഗസി എന്തെന്ന് കഴിഞ്ഞാൽ ഇത് പണ്ടൊക്കെ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്, അതായത് ജസ്റ്റേഷണൽ സർഗസിയൊക്കെ നിലവിൽ വരുന്നതിന് മുമ്പൊക്കെ കാര്യമായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ഒന്നാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ഈ ഒരു സ്ത്രീയിൽ നിന്നും എഗ്ഗ് എടുക്കുകയും ഈ ഒരു പുരുഷനിൽ നിന്നും സ്പേം എടുക്കുകയും അത് പുറത്ത് വെച്ച് ഫ്യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു വാടക ഗർഭം നൽകുന്ന സ്ത്രീയിലേക്ക് നിക്ഷേപിക്കുക എന്നല്ലേ. പക്ഷേ ഈ ഒരു ട്രഡീഷണൽ സർഗസി ചെയ്യുന്ന കാര്യം എന്തെന്ന് കഴിഞ്ഞാൽ, പുരുഷൻ്റെ സ്പേം എടുത്ത് നേരെ ഈ ഒരു വാടക ഗർഭം നൽകുന്ന അതേ സ്ത്രീയുടെ തന്നെ എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യിക്കുകയാണ്. അതിൻ്റെ അകത്തോട്ട് വെച്ച് അവിടെ വെച്ച് ഇൻസെമിനേഷനായിട്ട് അത് ഫ്യൂസ് ആകുകയാണ് ചെയ്യുന്നത്. അതായത് ഈ കുട്ടിയുടെ ബയോളജിക്കൽ മദർ എന്ന് പറയുന്ന ആരാണ്? ഈ സർഗേറ്റ് മദറാണ്. നമ്മൾ ബയോളജിയുടെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്റർനെറ്റ് കപ്പിൾസിലെ അമ്മയ്ക്ക് ഈ ഒരു കുട്ടിയെ ആയിട്ട് യാതൊരുവിധ ബന്ധവും വരുന്നില്ല ഓൺ മെഡിക്കൽ ടേംസ് അല്ലെങ്കിൽ ബയോളജിക്കൽ ടേംസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ട്രഡീഷണൽ സർഗസിയിലൂടെ ജനിക്കുന്ന കുട്ടികൾക്ക് ഈ വാടക ഗർഭം നൽകുന്ന സ്ത്രീയുടെ പകുതിയോളം ജനറ്റിക്കൽ മെറ്റീരിയൽ ആ ഒരു അമ്മയുടെയാണല്ലോ. അതുകൊണ്ട് തന്നെ ആ ഒരു സ്ത്രീയുടെ രൂപം വന്നേക്കാം, ആ ഒരു സ്ത്രീയുടെ സൗണ്ട് വന്നേക്കാം, ആ ഒരു സ്ത്രീക്കുള്ള ജനറ്റിക്കലായിട്ടുള്ള ഡിസീസുകൾ വന്നേക്കാം. സാധാരണ ഒരമ്മയ്ക്ക് മകനിലേക്ക് പകർന്നു കൊടുക്കാൻ പറ്റുന്ന എന്തും ഇവിടെ ഈ ഒരു സ്ത്രീയിൽ നിന്ന് ഈ ഒരു കുഞ്ഞിലേക്കും വരുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. പക്ഷേ ഞാൻ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോഴേക്കും ഒരു മലയാളി ഡോക്ടറാണ്, അവർ പറയുന്ന പ്രകാരം ട്രഡീഷണൽ സർഗസി എന്നുള്ളത് ഇപ്പോൾ ഇന്ത്യയിൽ ഒരിക്കലും നടപ്പിലാക്കാൻ പാടില്ല, അങ്ങനെ ആയിക്കൂടാ എന്നുള്ളതാണ്. അതായത് ഒരു സ്ത്രീ വാടക ഗർഭം ധരിക്കുവാണല്ലോ, അപ്പോൾ അതിലൊരു എഗ്ഗ് ഫ്യൂസ് ചെയ്തിട്ടാണല്ലോ ഈ പറയുന്ന എംബ്രിയോ അവിടെ പ്ലേസ് ആകുന്നത്. അപ്പോൾ ആ ഒരു എഗ്ഗ്, അവിടെ ഫ്യൂസ് ചെയ്യപ്പെടുന്ന എഗ്ഗ് എന്ന് പറയുന്നത് ഒരിക്കലും ഈ സ്ത്രീയുടെ ആകാൻ പാടില്ല. അതായത് വാടക ഗർഭം നൽകുന്ന സ്ത്രീക്ക് ഈ കുട്ടിയായിട്ട് ബയോളജിക്കലി ഒരു ബന്ധം ഉണ്ടാകാൻ പാടില്ല. ഒരിക്കലും അതേ സ്ത്രീയുടെ തന്നെ എഗ്ഗ് അവിടെ യൂസ് ചെയ്യപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ ഇന്ത്യയിലെ ഈ ഒരു ഫെർട്ടിലിറ്റി ക്ലിനിക്കുകളും ഡോക്ടേഴ്സൊക്കെ ഫോളോ ചെയ്യുന്ന പോളിസി. ഇന്ന് ട്രഡീഷണൽ സർഗസി ഒരിക്കലും നടപ്പിലാക്കാൻ പാടില്ലാത്തൊന്നു തന്നെയാണ്. അതിന് ഒരുപാട് ലീഗൽ കോംപ്ലിക്കേഷനൊക്കെ ഉണ്ടാകാറുണ്ട്. 1986 ബേബി എക്സ് കേസ് ഇങ്ങനെയായിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഇത് എന്തായാലും നടക്കുന്നില്ല, പല രാജ്യങ്ങളിലും ഇത് നിയമവിരുദ്ധമാക്കിയിട്ടുണ്ട്. മാത്രമല്ല ശാസ്ത്രം ഒരുപാട് അഡ്വാൻസ് ചെയ്തിരിക്കുന്നുള്ളൂ, ഒരുപാട് വികസിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മളെല്ലാവരും ഫോളോ ചെയ്യുന്നത് ജസ്റ്റേഷണൽ സർഗസിയാണ്. ഇതാണ് നമ്മൾ കാണാറുള്ള സിമ്പിൾ ആയിട്ടുള്ള പ്രൊസീജിയർ. അതായത് ഇന്ത്യൻ കപ്പിൾസിൻ്റെ ആ ഒരു സ്ത്രീയുടെ എഗ് എടുക്കുകയും ഈ ഒരു പുരുഷൻ്റെ സ്പേം എടുക്കുകയും അത് ഫ്യൂസ് ചെയ്തിട്ട് ആ ഒരു എംബ്രിയോയെ ഈ വാടക ഗർഭം നൽകുന്ന സ്ത്രീയുടെ യൂട്രസിൻ്റെ അകത്തുകൊണ്ട് പ്ലേസ് ചെയ്യുന്നു എന്നുള്ളതാണ്. എന്നിട്ട് ആ ഒരു കുഞ്ഞ് ആ ഒരു സ്ത്രീയുടെ യൂട്രസിലായിരിക്കും വളരുന്നത്. അതിൻ്റെ ബയോളജിക്കൽ ഫാദർ മദർ എന്നുള്ളത് 10ാം ക്ലാസ്, ഞാൻ പറഞ്ഞ പോലെ 10ാം ക്ലാസ് പഠിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാം, ഈ ഒരു ഇന്ത്യൻ കപ്പിൾസ് തന്നെയാണ്. കാരണം അവരുടെ എഗ് സ്പേമുമാണ് ഈ ഒരു ഫെർട്ടിലൈസ് ചെയ്തിട്ടുള്ളത്, ഫ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു തരത്തിലും വാടക ഗർഭം നൽകുന്ന സ്ത്രീയായിട്ട് ആ ഒരു കുട്ടിക്ക് ബന്ധം വരുന്നില്ല. ആ ഒരു സ്ത്രീയുടെ വയറ്റിലാണ് ഇത് വളരുന്നത് എന്ന് മാത്രമേ അവിടെ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ വായിച്ചിട്ടുള്ളൊരു കാര്യം എന്തെന്ന് കഴിഞ്ഞാൽ, ഒരുപാട് വർഷം കഴിയുമ്പോഴേക്കും ആർട്ടിഫിഷ്യൽ വോംസ്, ഇപ്പോൾ ചൈന അതിൻ്റെ പഠനത്തിൻ്റെ പുറകെയാണ്, ഒരു 50 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ അതിന് മുമ്പ് തന്നെ ആർട്ടിഫിഷ്യൽ വോംസ് ഡെവലപ്പ് ചെയ്യുമെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതായത് വാടക ഗർഭത്തിന് പകരം നമുക്ക് പുറത്ത് വെച്ച് തന്നെ പുറത്തൊരു ആർട്ടിഫിഷ്യൽ ഗർഭപാത്രം ഇപ്പോൾ ചൈനയൊക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതൊക്കെയോ ജീവി, ബഫല്ലോ, ഗോട്ട് സംതിങ് അങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്തു എന്നുള്ള വാർത്തകൾ ഞാൻ വായിച്ചിട്ടുള്ളതായിട്ട് ഓർക്കുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ പടം ഞാനിവിടെ കാണിച്ചു തരാം. നമ്മുടെ ഇന്ത്യയിൽ ഡോക്ടേഴ്സ് ആരെയൊക്കെയാണ് സർഗേറ്റ് മദറായിട്ട് ചൂസ് ചെയ്യുന്നത് നോക്കുകയാണെങ്കിൽ,
ഇതിന് കൃത്യമായിട്ടുള്ള റിട്ടേൺ ലോ ഉണ്ടോ നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇവർ ചൂസ് ചെയ്യുമല്ലോ, ഇവർക്കാണല്ലോ ഏറ്റവും കൂടുതൽ അറിവുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർ ചൂസ് ചെയ്യുന്നത് ഫസ്റ്റ് ഏജ് ഗ്രൂപ്പാണ് 23 മുതൽ 35 വയസ്സുള്ള സ്ത്രീകളെയാണ് ഇവർക്ക് ചൂസ് ചെയ്യുന്നത്. മാത്രമല്ല അവർക്കൊരു കുട്ടി ഉണ്ടായിരിക്കണം. ആ കുട്ടിയെ നോർമൽ ഡെലിവറിയിലൂടെ ആയിരിക്കണം ഡെലിവറി പ്രസവിച്ചിട്ടുണ്ടാകുന്നത്. കാരണം നേരത്തെ സിസേറിയൻ ആണെങ്കിൽ വീണ്ടും സിസേറിയൻ ചെയ്യേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ വീണ്ടും കോംപ്ലിക്കേഷൻസിലൂടെ അല്ലെങ്കിൽ ആ ഒരു മെഡിക്കലായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ലേ, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. മാത്രമല്ല നിലവിലുള്ള കുട്ടിക്ക് 3 വയസ്സിന് മുകളിലായിരിക്കണം എന്നുള്ളതുണ്ട്. മാത്രമല്ല ഇവർ സർഗേറ്റ് മദറായിട്ട് ഈ ഒരു ക്രൈറ്റീരിയ ഒക്കെ ഫോളോ ചെയ്ത് വന്നു കഴിഞ്ഞാൽ പിന്നീടുള്ളത് മെഡിക്കൽ ചെക്കപ്പുകളൊക്കെയാണ്. ഡോക്ടേഴ്സിനെ അറിയാലോ എന്തൊക്കെ മെഡിക്കൽ ചെക്കപ്പുകളാണ് ചെയ്യേണ്ടത്. അവരുടെ എല്ലാ തരത്തിലുള്ള ബോഡി ഫങ്ഷൻസ് എടുക്കും, എല്ലാ ഓർഗൻസിൻ്റെ ഫങ്ഷൻസ് എടുക്കും. മാത്രമല്ല യൂട്രസ് ചെക്ക് ചെയ്യും, അവരുടെ പിന്നെ STDs ചെക്ക് ചെയ്യും. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്ത ശേഷം മാത്രമാണ് ഇവരെ ഒരു സർഗേറ്റ് മദറായിട്ട് നമ്മുടെ ഫെർട്ടിലിറ്റി ക്ലിനിക്കുകൾ അംഗീകരിക്കുക. പിന്നീട് ഇവിടെ വരുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഇതിൻ്റെ എഗ്രിമെൻ്റ് ഉണ്ടാക്കുക എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ ഇതിനു വേണ്ടി മാത്രം ഡീൽ ചെയ്യുന്ന ഒരുപാട് അഡ്വക്കേറ്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഹോസ്പിറ്റൽ ചെയ്യുന്ന കാര്യം എന്തെന്ന് കഴിഞ്ഞാൽ ഈ ഒരു ലീഗൽ വർക്കോ അല്ലെങ്കിൽ സർഗേറ്റ് മദറിനെ കണ്ടെത്തിയോ അങ്ങനത്തെ ഒരു പരിപാടിയും ചെയ്ത് കൊടുക്കുന്നില്ല. സാധാരണ ഒരു IVF അതായത് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ ചെയ്യുന്ന പ്രൊസീജിയർ മാത്രമാണ് ഹോസ്പിറ്റലിൽ ചെയ്ത് കൊടുക്കുക. ബാക്കി എല്ലാ ലീഗൽ പേപ്പേഴ്സും എല്ലാ ലീഗൽ കാര്യങ്ങളും നോക്കേണ്ടത് ഈ ഒരു ഇന്റർനെറ്റ് കപ്പിൾസ് ആണ്. ഈ ഒരു ഇന്റർനെറ്റ് കപ്പിൾസ് ഈ വാടകഗർഭം നൽകുന്ന സർഗേറ്റ് മദറിനെ കണ്ടുപിടിക്കുകയും അവരുമായിട്ട് ഒരു ലീഗൽ കരാർ ഉണ്ടാക്കുകയും ചെയ്യണം. ആ ലീഗൽ കരാറിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാകും. പ്രഗ്നൻസിയുടെ ഓരോ ഘട്ടങ്ങളിലും ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ, ഈ ഒരു കോമ്പൻസേഷൻ കൊടുക്കേണ്ടത്, അതുപോലെ തന്നെ ബാക്കി മെഡിക്കൽ കെയർ. മാത്രമല്ല പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ്, അല്ലെങ്കിൽ പല സിനിമകളിലെയും ഒരു ഇതിവൃത്തമാണ്, ഒരു സർഗേറ്റ് മദറിനെ ചൂസ് ചെയ്തു, ആ ഒരു കുട്ടി ആ ഒരു അമ്മയുടെ വയറ്റിൽ വളരുകയാണ്, ഒരു 5 മാസമായല്ലേ. പക്ഷേ ആ ഒരു 5 മാസം കഴിഞ്ഞപ്പോഴേക്കും ഈ കപ്പിൾസ് വേർപിരിക്കുകയാണ്. ചിലപ്പോൾ വലിയ പ്രശ്നങ്ങളുണ്ടാകും. അവർ ഡൈവോഴ്സ് ചെയ്തു വരാല്ലേ. ഡൈവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സർഗേറ്റ് മദർ എന്ത് ചെയ്യും? കുട്ടി ഉദരത്തിലുണ്ട്, അതിന് ഗർഭം നൽകി കഴിഞ്ഞാൽ ഈ ഒരു കുട്ടി ആർക്ക് കൊടുക്കും എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ അവിടെ വരാറുണ്ടല്ലേ. ഈ ഒരു പ്രശ്നങ്ങളെല്ലാം തന്നെ ഇതിൻ്റെ അകത്ത് കവർ ചെയ്തിട്ടുണ്ടാകും. എങ്ങാനും ഈ ഒരു കപ്പിൾസ് ഇതുപോലെ സെപ്പറേറ്റ് ആയി ഡൈവോഴ്സ് ആയി പോയാലോ, അല്ലെങ്കിൽ മനുഷ്യൻ്റെ കാര്യമാണൊന്നും പറയാൻ പറ്റത്തില്ല, അവർക്ക് എന്തെങ്കിലും ആക്സിഡൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ അവർ മിസ്സൊക്കെ ആയാലോ ഇതിനെ മറ്റാർക്കാണ് ഏൽപ്പിക്കേണ്ടത്, ഈ ഒരു അമ്മ ആ ഒരു അവസരത്തിൽ ഈ കുട്ടി ആരെ ഏൽപ്പിക്കണമെന്ന് വരെ ഇതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ അവരുടെയും കൺസെൻറ്റ് ഇവിടെ വേണം, അല്ലാതെ ചുമ്മാ എഴുതി കൊടുത്താൽ പോരാ. ഇവരെ ഏറ്റില്ലെങ്കിൽ ഞാൻ ഏറ്റോളാമെന്ന് പറഞ്ഞ് ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ ഒരു 4th പേഴ്സൺ കൂടെ അവിടെ ഇൻവോൾവ് ആണ്. മാത്രമല്ല ഞാൻ നേരത്തെ ആ ഒരു ക്രൈറ്റീരിയ പറഞ്ഞപ്പോൾ ഒരെണ്ണം വിട്ടുപോയി. ഈ ഒരു സ്ത്രീ എന്ന് പറയുന്നത് മാരീഡ് ആയിട്ടുള്ള വ്യക്തിയാകണം. ഹസ്ബൻഡ് ഉള്ളതാണെങ്കിൽ ഹസ്ബൻഡിൻ്റെ കൃത്യമായിട്ടുള്ള റിട്ടേൺ കൺസെൻറ്റ്, ലീഗൽ കൺസെൻറ്റ് അവിടെ ആവശ്യമാണ്. അതുപോലെ തന്നെ ഡൈവേഴ്സ് ആയിട്ടുള്ളതാണെങ്കിൽ ആ ഒരു ഡൈവേഴ്സ് സർട്ടിഫിക്കറ്റ്, ആ ഒരു ലീഗൽ പേപ്പർ ഉണ്ടല്ലോ, അത് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ഇനി ഹസ്ബൻഡ് എങ്ങാനും മരണപ്പെട്ടു പോയതാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഇവർ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ ഒരു സർഗേറ്റ് മദറിന് ബാധകമാണ്. അങ്ങനെ ലീഗൽ പ്രൊസീജിയേഴ്സ് എല്ലാം ഓക്കെ ആയി കഴിഞ്ഞാലാണ് ബാക്കിയുള്ള പ്രൊസീജിയേഴ്സുമായിട്ട് കപ്പിൾസ് മുമ്പോട്ട് പോവുക, ഈ ഒരു സർഗേറ്റ് മദർ മുമ്പോട്ട് പോവുക. ഈ ഒരു ലീഗൽ കാര്യങ്ങളൊന്നും തന്നെ ഹോസ്പിറ്റലിന് യാതൊരു തരത്തിലുള്ള ബാധ്യത ഉണ്ടാകത്തില്ല, അവർക്ക് ഇത് നോക്കേണ്ട കാര്യമില്ല. അങ്ങനെയാണ് നമ്മുടെ പോളിസി. അല്ലെങ്കിൽ അവസാനം ഹോസ്പിറ്റലിൽ തലയിലാവും. അത് വലിയൊരു വിഷയമാണ്. അതുകൊണ്ട് ഇങ്ങനെ തന്നെയാണ് നമ്മുടെ നിയമ സംവിധാനങ്ങൾ നിൽക്കുന്നത് അല്ലേ. സാധാരണ ഒരു IVF ചികിത്സ എങ്ങനെയാണ് ചെയ്യുന്നത്? അതായത് അച്ഛനിൽ നിന്ന് ആ ഒരു സ്പേം എടുക്കുകയും അമ്മയിൽ നിന്ന് എഗ്ഗ് എടുക്കുകയും അത് ഫ്യൂസ് ചെയ്യുകയും അത് വീണ്ടും അമ്മയുടെ ഉദരത്തിലേക്ക് കൊണ്ട് പ്ലേസ് ചെയ്യുകയാണ് ചെയ്യാറുള്ളത് അല്ലേ. ഇത് അതേ പ്രൊസീജിയറാണ്, പക്ഷേ പ്ലേസ് ചെയ്യുന്നത് മറ്റൊരു സ്ത്രീയുടെ ഉദരത്തിലാണ്, ഗർഭപാത്രത്തിനകത്താണെന്ന് മാത്രമേ ഒരു വ്യത്യാസം വരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു സ്ത്രീക്ക് കുറച്ച് അധികം മെഡിക്കേഷൻസ് ആവശ്യമാണ്. കാരണം ഇത് കൃത്യമായിട്ട് അവിടെ ഇംപ്ലാന്റ് ചെയ്യപ്പെടേണ്ടതുണ്ട്. ബാക്കിയെല്ലാം ഒരു IVF പ്രഗ്നൻസിയുടെ അതേ പ്രോട്ടോക്കോളാണ് ഇവിടെ ഫോളോ ചെയ്യുന്നതെന്നാണ് ഒരുപാട് ഡോക്ടേഴ്സ് നൽകിയിട്ടുള്ള ഇൻ്റർവ്യൂസിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അല്ലാതെ സർഗേറ്റ് മദറിന് സ്പെഷ്യലായിട്ടൊന്നുമില്ല. കാരണം അവർ നേരത്തെ ഒരു കുട്ടിയെ ഡെലിവറി ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ബാക്കി ഒരു IVF എങ്ങനെയാണോ ഫോളോ ചെയ്യുന്നത്, IVFന് വേണ്ടിയിട്ടുള്ള എങ്ങനെയാണോ സ്കാനിങ്, വാക്സിൻ, ബാക്കി മരുന്നുകൾ കൊടുക്കുക, അതെല്ലാം തന്നെ ഇവിടെ ഫോളോ ചെയ്യപ്പെടും. പലപ്പോഴും ഇവിടെ ഇന്ത്യൻ കപ്പിൾസിന് വരുന്നൊരു ഇമോഷണൽ ആയിട്ടുള്ള പ്രശ്നമുണ്ട്. അതായത് നമ്മുടെ കുട്ടിയാണല്ലോ, അത് ആ ഒരു കുട്ടി ആ ഒരു സ്ത്രീ വേണ്ട പോലെ നോക്കുക, കൃത്യമായിട്ട് ഭക്ഷണം കൊടുക്കുക, കൃത്യമായിട്ട് കെയർ കൊടുക്കുക. കാരണം പ്രഗ്നൻസി എന്ന് പറയുന്നത് ഒരുപാട് കെയർ കൊടുക്കുന്ന ആ ഒരു പീരീഡ് തന്നെയാണല്ലേ. ആ ഒരു അതുപോലെ നമ്മൾ നോക്കുന്ന പോലെ തന്നെ ആ ഒരു സ്ത്രീ വയറ്റിലുള്ള കുഞ്ഞിനെ, എൻ്റെ കുഞ്ഞിനെ നോക്കുക എന്നൊക്കെയുള്ള ചിന്തകളൊക്കെ വരാറുണ്ട്. അപ്പോൾ അതിനൊക്കെ നിങ്ങൾ ആ ഒരു ക്ലിനിക്കിലുള്ളവർ കൃത്യമായിട്ട് കൗൺസിലിംഗ് തരും. അതിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞ് മനസ്സിലാക്കും. അതിനെ പറ്റിയിട്ടൊന്നും പറയാം നമ്മൾ ആരുമല്ല ആ ഒരു കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ അല്ലേ. ഇനി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കേസ് പറയാം. വർഷം 1986 അമേരിക്കയിൽ വളരെ പ്രമുഖമായിട്ടുള്ള ഒരു കേസ് നടന്നിട്ടുണ്ടായിരുന്നു. അമേരിക്കയിൽ കോടതി കയറുന്ന ആദ്യത്തെ സർഗസി കേസായിരുന്നത് ബേബി എക്സ് കേസ് എന്നാണ് അത് അറിയപ്പെടുന്നത്. അത് സംഭവം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്ത്യൻ കപ്പിൾസ് സർഗസിയിലൂടെ ഒരു കുട്ടിയെ സ്വീകരിക്കാൻ തയ്യാറാവുകയാണ്. ഒരു കുട്ടിയെ വേണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ്. പക്ഷേ അവിടെ അന്നുണ്ടായിരുന്ന പരിപാടി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ ട്രഡീഷണൽ സർഗസി ആയിരുന്നു. അപ്പോൾ അവിടെ അമ്മയുടെ എഗ്ഗാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബയോളജിക്കൽ മദർ എന്ന് പറയുന്നത് ആ ഒരു അമ്മ സർഗേറ്റ് മദർ തന്നെയാണല്ലേ. ഇവിടെ ഇന്ത്യൻ കപ്പിൾസിലുള്ള സ്ത്രീക്ക് ബയോളജിക്കലി ആ കുഞ്ഞിൻ്റെ മേൽ ഒരവകാശവും പറയാൻ പറ്റത്തില്ല സയൻറ്റിഫിക്കലി നോക്കുകയാണെങ്കിൽ. അങ്ങനെ ഇവർ ലീഗൽ പേപ്പേഴ്സൊക്കെ ശരിയാക്കി. ലീഗൽ പേപ്പേഴ്സ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടി എഗ്ഗ് ഒക്കെ ആണെങ്കിലും ലീഗലി കുട്ടി ഇന്ത്യൻ കപ്പിൾസിൻ്റെ ആകും എല്ലാ ക്ലോസും അതിൻ്റെ അകത്ത് ബാധകമായിരുന്നു അല്ലേ.
പക്ഷേ സംഭവിച്ച കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിനു മുമ്പ് ഞാൻ ആ കപ്പിൾസിൻ്റെ ഒക്കെ പേര് പറഞ്ഞു. നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് നോക്കി ഒരുപാട് വായിക്കാൻ പറ്റുന്നതാണ്. ഒരുപാട് കാലം ഈ കേസ് നീണ്ടുപോയി എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. അതായത് അവരുടെ പേര് വായിക്കുവാണെങ്കിൽ ഇൻ്റർനെറ്റ് കപ്പിൾസിൻ്റെ പേര്, അതായത് അച്ഛനും അമ്മയും ആകണമെന്ന് ആഗ്രഹിക്കുന്ന കപ്പിൾസിൻ്റെ പേര് വില്യം സ്റ്റേണും എലിസബത്ത് സ്റ്റേണും. ആ ഒരു സർഗേറ്റ് മദറിൻ്റെ പേര് മേരി ബത്ത് എന്നുള്ളതായിരുന്നു. അപ്പോൾ മേരി ബത്ത് ഈ ഒരു കുഞ്ഞിനൊക്കെ ജന്മം നൽകി കൃത്യമായിട്ട് എഗ്രിമെൻ്റ് ഒക്കെ പാലിച്ചുകൊണ്ട്, അതായത് കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ലീഗലായിട്ടുള്ള മാതാപിതാക്കൾ എന്ന് പറയുന്നത് ഈ ഇന്ത്യൻ കപ്പിൾസ് ആയിരിക്കും എന്നൊക്കെ എഗ്രിമെൻറ്റിലുണ്ടായിരുന്നല്ലേ. പക്ഷേ സംഭവിച്ച കാര്യം എന്താണെന്നറിയാമോ? കുട്ടി ജനിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഈ മേരിയുടെ സ്വഭാവം മാറി. ഈ കുട്ടി എൻ്റെയാണ്, ഈ കുട്ടിയുടെ പകുതി ജനറ്റിക് മെറ്റീരിയൽ എൻ്റെ ആണല്ലേ. അവർക്ക് ബയോളജിക്കലി പറയാൻ പറ്റുന്ന ഒരു ഫാക്ട് തന്നെയാണ് ഈ കുട്ടിയുടെ മേത്തോടുന്ന ചോര എൻ്റെയാന്ന് പറയാൻ പറ്റും. പക്ഷേ ഈ ഒരു ജസ്റ്റേഷൻ സർഗസിലാണെങ്കിൽ അത് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇവിടെ സംഭവിച്ച കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു അമ്മ ഇവരുടെ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തുകയാണ്. ഈ കുട്ടി എനിക്ക് തന്നില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും. അതുപോലെ തന്നെ ഈ ഒരു കേസ് വാദിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ ഒരു ഫോൺ കോൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനാണ് ആ കുട്ടിക്ക് ജന്മം നൽകിയത്, ആ കുട്ടിയുടെ ജീവൻ എനിക്ക് എപ്പോഴെങ്കിലും എടുക്കാൻ പറ്റും. ഇവരൊരു സൈക്കോപാത്തിനെ പോലെ ആ ഒരു മാതാപിതാക്കളുടെ അടുക്ക ചെന്ന് പെരുമാറുകയായിരുന്നു ഈ ഒരു സർഗേറ്റ് മദർ. അതുപോലെ തന്നെ ഇവർ ചെയ്ത കാര്യം എന്തെന്ന് കഴിഞ്ഞാൽ, കുട്ടിയെ, ഇവർക്കൊരു ഹസ്ബൻഡും ഉണ്ട്, ആ ഹസ്ബൻഡിൻ്റെ പേര് റിച്ചാർഡ് എന്നുള്ളതായിരുന്നു. ഈ പറയുന്ന മേരിയും റിച്ചാർഡും കൂടെ ആ ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി 87 ദിവസം എങ്ങാണ്ട് ഇവരുടെ തടവിലായിരുന്നു ആ കുട്ടി ഉണ്ടായിരുന്നത്. അങ്ങനെ ഈ കേസ് കോടതി കയറുകയാണ്. കോടതി പറയുന്ന എഗ്രിമെൻ്റ് ഒക്കെ പരിശോധിച്ചു. മാത്രമല്ല ഈ ഒരു നിലവിലെ ഇൻ്റർനെറ്റ് കപ്പിൾസിൻ്റെ സാമ്പത്തിക നിലയൊക്കെ പരിശോധിച്ചു. അങ്ങനെ കോടതി പറഞ്ഞു ഈ ഇൻ്റർനെറ്റ് കപ്പിൾസിൻ്റെ കൂടെ കുട്ടി പോകുന്നതാണ് നല്ലത്. മാത്രമല്ല എഗ്രിമെൻറ്റ് നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെയാണ്, ആ കുട്ടിക്ക് നല്ലതുപോലെ അവിടെ വളരാൻ പറ്റുമെന്ന് പറഞ്ഞു. പക്ഷേ മേരി ചെയ്ത കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ന്യൂജേഴ്സിയിലെ സുപ്രീം കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതി അവിടെ എടുത്തു പറഞ്ഞിട്ടുള്ള പോയിന്റ് വളരെ പ്രസക്തമായിരുന്നു ആ ഒരു കാലത്ത്. അതായത് എഗ്രിമെൻ്റ് ഒക്കെ ഉണ്ട്, അതായത് കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഈ കപ്പിൾസ് ആയിരിക്കും അതിൻ്റെ ലീഗലായിട്ടുള്ള പേരൻസ് എന്നല്ലേ. പക്ഷേ ഒരു എഗ്രിമെൻറ്റിനും പിതൃത്വത്തെ ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതായിരുന്നു ന്യൂജേഴ്സിയിലെ സുപ്രീം കോടതി എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എത്ര എഗ്രിമെൻ്റ് ആയിക്കോട്ടെ, ഇവരുടെ മേത്തൊഴുകുന്ന ചോര ആ ഒരു അമ്മയുടെ തന്നെയാണ്, അല്ല ആ ഒരു കുട്ടിയുടെ മേത്തൊഴുകുന്ന ചോര ഈ ഒരു അമ്മയുടെ തന്നെയാണ്. പകുതി ജനറ്റിക് മെറ്റീരിയൽ ഈ ഒരു അമ്മയുടെയാണ്. ഏത് എഗ്രിമെൻറ്റിലാണ് ആ ഒരു മാതൃത്വത്തെ നിഷേധിക്കാൻ പറ്റുക എന്നുള്ളതായിരുന്നു ന്യൂജേഴ്സി സുപ്രീം കോടതി ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് നടക്കുന്ന, ആ കുട്ടി ജനിക്കുന്ന വർഷം 1986 ഒരു കാര്യം വിട്ടുപോയത്, ന്യൂജേഴ്സിയിലെ സുപ്രീം കോടതി ഈ ഒരു സ്ത്രീയുടെ മാതൃത്വത്തെ ശരിവയ്ക്കുകയും അതിനെ അവകാശത്തെ അംഗീകരിക്കുകയും അതോടൊപ്പം കേസിൻ്റെ ബാക്കി വിചാരണയ്ക്ക് ഇത് വിചാരണ കോടതിക്ക് വിട്ടുകൊടുക്കുകയായിരുന്നു. 1986 തുടങ്ങിയ കേസാണ്. 1986 കുട്ടി ജനിക്കുന്നതല്ലേ. ഇതിൻ്റെ ഫൈനലി ഒരു അന്ത്യം ഉണ്ടാകുന്നത് 2004 2004 ഈ ഒരു മറ്റേ മേരിയുടെ അവകാശവാദങ്ങൾ, അല്ലെങ്കിൽ മേരിയുടെ എന്താ പറയുക, ആ ഒരു മാതൃത്വത്തിൻ്റെ ആ ഒരു കുട്ടിയുടെ മേലുള്ള അവകാശം ലീഗലി ടെർമിനേറ്റ് ചെയ്യപ്പെടുന്നത്. എങ്ങനെയാണ് ലീഗലി ടെർമിനേറ്റ് ചെയ്യപ്പെടുന്നത് നോക്കുകയാണെങ്കിൽ, നമ്മൾ അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു കുട്ടിയെ നിയമപരമായിട്ട് ദത്തെടുത്ത് കഴിഞ്ഞാൽ അവർ തന്നെയാണ് മാതാപിതാക്കൾ. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുട്ടി ജനിക്കുമ്പോഴേക്കും ആ കുട്ടിയുടെ മാതൃത്വത്തെ കോടതികൾ അംഗീകരിക്കാറുണ്ട്. പലപ്പോഴും നമ്മൾ അമേരിക്കയിൽ കണ്ട കാര്യമാണ്, ഇന്ത്യയിലെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഈ ഒരു കുട്ടിയെ പിന്നീട് ലീഗൽ പ്രൊസീഡിങ്സിലൂടെ ദത്തെടുക്കേണ്ടി വരാറുണ്ട്. എന്തായാലും 86 കേസ് 2004 തീർന്നത്. ആ കുട്ടിക്ക് എത്ര വയസ്സായപ്പോഴാണ് ആ ഒരു കേസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നീട് അതിനെ പറ്റിയിട്ട് ഒരുപാട് ചർച്ചാ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടും ഈ ഒരു ട്രഡീഷണൽ സർഗസി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ ഒരു ഡോക്ടേഴ്സും അതിനെ ഫോളോ ചെയ്യുന്നില്ല. അങ്ങനെ ഒരുപാട് ലീഗൽ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. അതിന് ലീഗലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതൽ പരിശോധിക്കേണ്ടതുണ്ട്. മാത്രമല്ല ഈ ഒരു സർഗസി റെഗുലേഷൻ ബില്ല് നമ്മുടെ ലോക്സഭയിൽ പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ രാജ്യസഭ അതിനെ പാസ്സാക്കിയില്ല. അത് പാസ്സാക്കിയാൽ മാത്രമേ നിയമമാകത്തുള്ളൂ. അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അതായത് 5 വർഷം ലീഗലി മാരീഡ് ആയിട്ടുള്ള കപ്പിൾസിന് മാത്രമേ സർഗസി ഓപ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നൊക്കെയുള്ള ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. അത് നിയമമായിട്ടില്ല നമ്മുടെ രാജ്യത്ത്. അത് ഇപ്പോഴും രാജ്യസഭ അംഗീകരിക്കാതെ കിടക്കുകയാണ്. പിന്നീട് പ്രസിഡന്റിൻ്റെ അപ്രൂവൽ വേണം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നിയമമാകുക. പക്ഷേ ആ ബില്ലിലുള്ള കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു പോയിന്റിനെ പറ്റി പറയാനുള്ളത്. ഈ ഒരു വിഷയത്തെ പറ്റി പറയാനുള്ളത്. മറ്റു വീഡിയോയിൽ മറ്റൊരു വിഷയം നമുക്ക് വീണ്ടും കാണാം. മടപ്പള്ളി സൈനിങ് ഔട്ട്.